സോ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ആക്കാൻ പോകുന്നത് ഓട്ടോമാറ്റഡ് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റമാണ്. ഇതൊരു മിനി പ്രൊജക്റ്റായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ലെവലിൽ ഒരു സർട്ടൻ ലെവലിൽ താഴുമ്പോൾ പമ്പ് വേണം. അപ്പം നമുക്കിവിടെ യൂസ് ചെയ്യുന്ന DC മോട്ടറാണ്. നമ്മുടെ നോർമലി ഈ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്നത് സബ്മർസി പമ്പ് എന്നൊരു സംഭവമാണ് ഞാൻ ഇപ്പോൾ ഫോട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പമ്പിൻ്റെ കറക്റ്റ് എക്സാക്ട് കോമ്പണന്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം DC മോട്ടറായിട്ട് കാണിക്കുക. പക്ഷെ കണക്ഷൻസും കോഡിങ്ങും ഒന്നും വ്യത്യാസം വരുത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻലി ഇതിന് വേണ്ടി ആവശ്യമുള്ളത് അർഡിനോ, LCD ഡിസ്പ്ലേ, ബസർ, ട്രാൻസിസ്റ്റർ, പിന്നെ നമുക്ക് വേണ്ടത് സോയിൽ മോയ്സ്ചർ സെൻസർ ആണ്. 2 LED വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം LCD ഡിസ്പ്ലേ എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ലൈക്ക് ഇത് ഓൺ ആവുമ്പം അത് ഇൻഡിക്കേഷൻ കാണിക്കാനും പിന്നെ മോയ്സ്ചർ ലെവൽ സെൻസർ കാണിക്കാനും മോയ്സ്ചറിന്റെ വാല്യൂ കാണിക്കാനൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ബസറാണ്. അതായത് ഒരു പർട്ടിക്കുലർ മോയ്സ്ചർ ലെവൽ താഴെയാണെങ്കിൽ ബസർ റൺ ആവും, ഓൺ ആവും, ആൻഡ് ഓൾസോ മോട്ടർ റൊട്ടേറ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ സർക്യൂട്ട്. ആൻഡ് നമുക്കിതിലൊരു NPN ട്രാൻസിസ്റ്ററും കൂടെ വെക്കണം DC മോട്ടർ വെക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ NPN ട്രാൻസിസ്റ്റർ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, സോ അതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കളക്ടർ, ബേസ്, എമിറ്റർ ആണ്. അതിൽ കാണിച്ചേക്കുന്നത് പോലെ കണക്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ബേസിക്കലി NPN ട്രാൻസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ മോട്ടറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, എഫിഷ്യൻ്റ്ലി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ NPN ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ചെയ്യാം. ട്രാൻസിസ്റ്ററിന് കുറേ യൂസേജ് ഉണ്ട്. സ്വിച്ചിങ് കൺട്രോൾ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ, ലോ സൈഡ് സ്വിച്ചിങ്, വോൾട്ടേജ് കമ്പാറ്റബിലിറ്റി, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓൾസോ കോസ്റ്റും നമുക്ക് എഫക്റ്റീവ് ആണ്. ഓക്കെ, സിമ്പിൾ മോട്ടോർ കൺട്രോളിനൊക്കെ NPN ട്രാൻസിസ്റ്റർ നമുക്ക് മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മോട്ടറിനെ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആക്കാനും നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബേസിക്കലി നമുക്ക് ഈ മൈക്രോ കൺട്രോൾസ് ടിപ്പിക്കലി ഔട്ട്പുട്ട് ലോ പവർ സിഗ്നൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ NPN ട്രാൻസിസ്റ്റർ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് കറണ്ട് ഇനഫ് ആയിട്ട് നമുക്ക് മോട്ടറിലോ അല്ലെങ്കിൽ പമ്പിലോ അത് സപ്ലൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ബാക്കി ഈ പൊട്ടൻഷ്യോമീറ്ററും ബാക്കി കണക്ഷൻസ് ഒക്കെ LCD ഡിസ്പ്ലേക്ക് ആവശ്യമുള്ളതാണ്. അത് നിങ്ങൾക്ക് LCD ഡിസ്പ്ലേ കണക്ട് ചെയ്യുമ്പോൾ ഈ കണക്ഷൻസ് എങ്ങനെ നമ്മൾ കറക്റ്റ് അതുപോലെ കണക്ട് ചെയ്തേ പറ്റൂ. അത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മോയ്സ്ചർ സെൻസറിന് 3 പിന്നുകളാണ് ഉള്ളത്. പവർ, ഗ്രൗണ്ട്, പിന്നെ സിഗ്നൽ പിൻ. സിഗ്നൽ പിൻ ആണെങ്കിൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നത്, മോയ്സ്ചർ സെൻസറിന്റെ വാല്യൂസ് കിട്ടുന്നത് അനലോഗ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, അനലോഗ് പിന്നിലോട്ട് കൊടുത്തിരിക്കുന്നത് അനലോഗ് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കത് അനലോഗിലോട്ട് കൊടുക്കാം. മോട്ടറിന് പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കണക്ട് ആയിട്ട് ഈ ഒരു ട്രാൻസിസ്റ്റർ വഴിയുള്ള കണക്ഷൻസ് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. ബസറിന് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിത്ത് 1 kilo ohm റെസിസ്റ്റർ. ഇതെല്ലാം 1 kilo ohm റെസിസ്റ്റർ നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻ്റെ ഫുൾ കംപ്ലീറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിനി സർക്യൂട്ടിൻ്റെ കോഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. യൂഷ്വലി ഓട്ടോമാറ്റഡ് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം എന്ന് കാണിക്കും. കുറച്ച് വാല്യൂ മൂവ് ചെയ്യുമ്പോൾ ആ ബസറിന് സൗണ്ട് നിൽക്കും, മോട്ടറും റൺ ആവില്ല. പക്ഷേ കുറച്ച് മോയ്സ്ചർ കുറയുമ്പോൾ മോട്ടർ റൺ ആവും, അതായത് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ബസർ ഓൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ കോഡിങ് ചെയ്യുന്നതിന് നമുക്ക് ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. നമുക്കിത് ആർഡിനോ IDEയിൽ നമുക്കിട്ട് ഒന്ന് കാണാം.
അപ്പോൾ നമുക്ക് കോഡിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ കോഡിനകത്ത് നമുക്ക് ബേസിക്കലി കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ലൈന് ഹാഷ് ഇൻക്ലൂഡ് ക്രിസ്റ്റൽ ഡോട്ട് എച്ച്. അപ്പം ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു LCD ഡിസ്പ്ലേ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ ബാക്കിൽ കുറച്ചുകൂടെ കോഡ് വേണം. കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് ലൈബ്രറീസ് നമുക്ക് എല്ലാ സെൻസേഴ്സിനും ചിലപ്പോൾ ചില മോഡൽസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡോട്ട് എച്ച്. അതായത് നമുക്ക് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ LCD ഡിസ്പ്ലേ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് സർട്ടൻ amount ഓഫ് കോഡ് നമുക്ക് എക്സ്ട്രാ വേണം, എന്നാലേ നമുക്കത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ലൈബ്രറീസ് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ് ഹെഡർ ഫയൽ വെച്ചിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഓരോ ബസർ, അതായത് ഓരോ കോമ്പണൻസും നമ്മൾ പിന്നൗട്ട് ഡിഫൈൻ ചെയ്യണം. അതായത് ഏതൊക്കെ കോമ്പണൻറ്റ് ഏതൊക്കെ പിന്നിലാണ് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ബസർ. പിന്നെ അത് ബസർ നമ്മൾ കൊടുത്തേക്കുന്നത് 10 റെഡ് LED കൊടുത്തേക്കുന്നത് 12 ഗ്രീൻ LED കൊടുത്തേക്കുന്നത് 11 സോയിൽ മോയ്സ്ചർ സെൻസർ കൊടുത്തേക്കുന്നത് അൺലോഗിന് A0 നിങ്ങൾ കണ്ടായിരുന്നു. വാട്ടർ പമ്പ് 13th പിന്നിലോട്ടായിരുന്നു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ സർക്യൂട്ട് ഡയഗ്രാം റെഫർ ചെയ്താൽ മതി. ഓക്കെ, സോ ഈ പേര് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇത് വേരിയബിൾസ് ആണ്. വേണമെങ്കിൽ അതിവിടെ ബസർ ഞാൻ കൊടുത്താൽ ബസറായിട്ട് നിൽക്കും. ഓക്കെ, പക്ഷേ ഇവിടെ മാറ്റുമ്പോൾ ബാക്കി എല്ലായിടത്തും അതനുസരിച്ച് മാറ്റേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ പേര് കൊടുക്കാം. ഇത് വേരിയബിൾ ആണ്, XYZ പോലും നമ്മളൊരു പേര് കൊടുത്തേക്കുന്നുള്ളൂ. ഓക്കെ, ഈ ലിക്വിഡ് ക്രിസ്റ്റലിനകത്ത് ഈ ഒരു ലൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഡിസ്പ്ലേ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ അതിൻ്റെ കൺട്രോൾ പിൻ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, കൺട്രോൾ പിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ലൈന് നമ്മൾ എഴുതുമ്പോൾ LCD ഡിസ്പ്ലേ ആവശ്യമുള്ള പിന്നുകൾ അവിടെ എന്താ പറയുന്നത് ഇനീഷ്യലൈസ് ആയിപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻസ് കാണാം. ഇവിടെ കുറേ കണക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, നോക്കി ഈ 2 പിന്നിലൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് 2, 3, 4, 5, 6, 7 ഈ 7 പിന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഡ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെറ്റപ്പിൽ നമുക്ക് ഓരോ പിന്ന് നമ്മൾ കൊടുത്തേക്കുന്നതിനകത്തുനിന്ന് നമ്മൾ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എടുക്കാൻ പോകുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ വാട്ടർ പമ്പ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഔട്ട്പുട്ടാണ്. വാട്ടർ പമ്പ് വഴി ഇൻപുട്ട് ഒന്നും കൺട്രോളിലോട്ട് പോകുന്നില്ല. ഇനി റെഡ് LED നമ്മൾ എന്താ ഓൾവേസ് നമുക്ക് LED ഔട്ട്പുട്ട് വാല്യൂ തരാറുള്ളൂ, ഇൻപുട്ട് വാല്യൂ കൊടുക്കാറില്ല. സെയിം ദ കേസ് ഓഫ് ഗ്രീൻ, നമുക്ക് ഔട്ട്പുട്ട് വാല്യൂ കിട്ടുന്നത്. ബസറിൽ നമുക്ക് എപ്പോഴും ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ, ഇൻപുട്ട് ഒന്നും പോകുന്നില്ല. അതായത് സെൻസർ അല്ല, അങ്ങോട്ടൊന്നും നമുക്ക് വാല്യൂസ് എന്താ പറയുന്നത് റീഡ് ചെയ്ത് കൺട്രോളിലോട്ട് പോകുന്നില്ല, നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്ന പരിപാടി അതിലുള്ളൂ. സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയൽ മോണിറ്റർ ഇവിടെ ഉണ്ട്, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇപ്പോൾ കാണിക്കൂല, കാരണം ഡിവൈസ് Arduino കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഇത് ഇനീഷ്യലൈസ് തുടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ സീരിയൽ മോണിറ്ററിൽ നമുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, സീരിയൽ ഡോട്ട് ബിഗിൻ. അതായത് സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന് പറഞ്ഞാൽ സീരിയൽ മോണിറ്റർ ബിഗിൻ ആയിക്കോട്ടെ. ഇതെന്ന് പറഞ്ഞാൽ ബോർഡ് റേറ്റ് ആണ്. ഓക്കെ, 9600. ഇത് നമുക്ക് LCD ഡോട്ട് ബിഗിൻ 16,2. അതായത് നമുക്കിനി LCD ഡിസ്പ്ലേ ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാം. എന്ത് വെച്ചിട്ടാണ് 16 കോളം 2 റോ. അതായത് നമുക്ക് LCD ഡിസ്പ്ലേക്കകത്ത് 16 കോളവും 2 റോയും ആണ് ഉള്ളത്. ഓക്കെ, അത് നമുക്ക് ആദ്യമേ ഡിഫൈൻ ചെയ്ത് നമ്മൾ വെച്ചത്. ഓക്കെ, ഇനി നമ്മൾ പിൻ മോഡ് ബസർ പിൻ ഔട്ട്പുട്ട്. ഓക്കെ, നമുക്കിനി ബസർ പിൻ നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ടായിട്ട് അതിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു വട്ടം എഴുതിയാലും മതി. ഓക്കെ, ഇത് ശരിക്കും പറയുന്നതിൻ്റെ ആവശ്യമില്ല, നിങ്ങളത് ഒരു വട്ടം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ LCD ഡോട്ട് ക്ലിയർ. അതായത് നമുക്ക് LCD ഡിസ്പ്ലേ ക്ലിയർ ആക്കും, അതായത് ജങ്ക് വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടി. ഇനി കഴ്സർ 0,0 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ കോളം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും 0,0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ട് ഒരു മെസ്സേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം.
അതിനെ നമ്മൾ ആദ്യം കാണിക്കുന്നത് എന്താണ്? സ്ട്രിങ് മെസ്സേജ്, സ്ട്രിങ് മെസ്സേജ് 2. സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പാണ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കാര്യം നമുക്കിവിടെ എഴുതി കാണിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ക്യാരക്ടറും അറ്റ് എ ടൈം ഒരു ഡൈനാമിക് എഫക്റ്റിൽ സ്ട്രിങ് നമുക്കിവിടെ എഴുതി കാണിക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഭവം സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നമുക്ക് നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആവശ്യമുള്ള കണ്ടന്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ഡൈനാമിക് ആയിട്ട് ഇപ്പോൾ അതായത് നമുക്ക് ഓരോരോ വേർഡ്സ് ആയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ എഴുതി കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഡൈനാമിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോർ ലൂപ്പിനകത്ത് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾ വേർഡ് സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർമ്മ വയ്ക്കുക. വേർഡ് സെറ്റപ്പിനകത്ത് നമുക്ക് ഒരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യുക. അതായത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ, ഈ വാട്ടറിംഗ് സിസ്റ്റം എന്ന ഡിസ്പ്ലേ സെക്കൻഡ് റോയിൽ നമുക്കൊരു 100 millisecond ഡിലേയിൽ നമുക്ക് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം ഈ ഒരു കോഡ്. നമുക്ക് ഈ ഫോർ ലൂപ്പിനകത്ത് നമുക്ക് 4 ഇൻറ്റീജർ ഐ, അപ്പോൾ നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്തു. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ ആണ്. ഓക്കെ, അത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി. ഓക്കെ, ഐയുടെ വാല്യൂ ലെസ് ദാൻ മെസ്സേജ് ഡോട്ട് ലെന്ത്. അപ്പോൾ മെസ്സേജ് 2 ഡോട്ട് ലെന്ത്. മെസ്സേജ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ടറിംഗ് സിസ്റ്റം. മെസ്സേജ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമേറ്റഡ് പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമേറ്റഡ് പ്ലാന്റ് നോക്കാം. മെസ്സേജ് 1 ഡോട്ട് ലെന്ത്. ഓക്കെ, മെസ്സേജ് ഡോട്ട് ലെന്ത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഈ മെസ്സേജ് 1 എത്ര ഉണ്ടോ അത് റിട്ടേൺ ചെയ്യും, ഇൻക്ലൂഡിങ് സ്പേസസ്. അപ്പോൾ നമുക്ക് എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നമുക്ക് ആലോചിക്കണം, സ്പേസും അത് കൗണ്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും? 15 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഫോർ ലൂപ്പ് ഓരോ ക്യാരക്ടറായിട്ട് റൺ ആവും. ഓക്കെ, ഓരോ ക്യാരക്ടറായിട്ട് റൺ ആവും 1 by 1 ആയിട്ട്. നമുക്ക് ആ ഡൈനാമിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഓരോ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പം എൽ സി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ, അല്ലേ? ഇവിടെ മൊത്തം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന LCD ആണ്. കാരണം LCD നമുക്ക് തന്നെ വിളിക്കുന്ന പേര് ഡിഫോൾട്ടായിട്ട് നമ്മൾ വിളിക്കുന്ന ലിക്വിഡ് ക്രിസ്റ്റൽ LCD എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം LCD ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വാല്യൂസ് എന്താണോ അത് LCD നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പം മെസ്സേജ് 1 ഡോട്ട് ക്യാർ അറ്റ് ഐ. ഇതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ക്യാർ അറ്റ് ഐ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ പൊസിഷൻ ആ സ്ട്രിങ്ങിന് ഫെച്ച് ചെയ്യും. ഇപ്പോൾ ith പൊസിഷൻ, അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്തായിരിക്കും? 0 തുടങ്ങുന്നത്. ഐ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൻ്റെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മെസ്സേജ് 1 ക്യാരക്ടർ 0 എന്നാവും. അതിൻ്റെ അർത്ഥം എന്താ? എ ആയിരിക്കും. ഐ ഈക്വൽ ടു 1 എന്നാണെങ്കിലോ, ഇപ്പോൾ ഐ ഈക്വൽ ടു 1 എന്നല്ലേ പോയിരിക്കുന്നത്, അത് ലെസ് ദാൻ 15 വരെയാണ്. കാരണം എന്താ? ലെന്ത് മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എണ്ണം 15 ആയിരുന്നു. അപ്പോൾ ഐ 0 to 15 വരെ പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 എന്ന് പറഞ്ഞാൽ എ, 1 എന്ന് പറയുമ്പോൾ യു, അങ്ങനെ എ ഓഫ് 40 എന്ന് പറയുമ്പോൾ ടി വരും. കാരണം നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ടോട്ടലിൽ നിന്ന് -1 വരെ പോകത്തുള്ളൂ. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 14 വരെ പോകത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ടി നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അതിനെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വാക്കിനെയും അത് ഫെച്ച് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ച് കൊണ്ടുവരുന്നത്. ഓക്കെ, ഡൗട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. സെയിം ഫോർ ദ വാട്ടറിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് നമ്മൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് മേളിൽ കാണിക്കും. അതിൻ്റെ LCD.set cursor എന്ന് പറഞ്ഞ സെക്കൻഡ് ഇവിടെ കൊടുക്കും. സെക്കൻഡ് മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന മുന്നേ 0,1 എന്ന് കൊടുക്കണം. കാരണം എന്താ? ഫസ്റ്റ് കോളം സെക്കൻഡ് റോൾ വേണം അത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. ഓക്കെ,
ഓട്ടോമാറ്റഡ് പ്ലാനിംഗ് സിസ്റ്റം, വാട്ടറിംഗ് സിസ്റ്റം, അതായത് 0,1 ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമ്മളവിടെ എഴുതി. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് ഒരു 2.5 സെക്കൻഡ് നമ്മൾ ഡിസ്പ്ലേക്ക് മെസ്സേജ് ഡിലേ കൊടുത്തു. ഓക്കെ, ഓവറോൾ നമുക്കൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ 2.5 സെക്കൻഡ്സ് വരെ നമ്മൾ എൻ്റെ ഡിസ്പ്ലേ മെസ്സേജ് കാണിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, LCD ഡിസ്പ്ലേ ക്ലിയർ ചെയ്തു, 0 എത്തി, അതായത് ഇനി ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഈ LCD.clear എന്തിനാന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, മൊത്തത്തിൽ ക്ലിയർ ഔട്ട് ആയി പോകാൻ. ഓക്കെ, എന്നിട്ട് കാരണം എന്തിനാ, നമുക്ക് അടുത്ത ലൈന് നമുക്ക് കാണണം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് സെറ്റ് കർസർ 0,0 എന്ന് വെക്കണം. എന്തിനാ, ഫ്രം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 0,0 എന്ന് കൊടുത്തു. എന്നിട്ട് അവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു എന്താ, മോയിസ്ചർ എന്ന് കാണിച്ചു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വാട്ടർ പമ്പ് കാണിച്ചു. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈനിൽ ഓട്ടോമേറ്റഡ് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം കാണിച്ചിട്ട് സെക്കൻഡ് സ്റ്റേജിൽ മോയിസ്ചർ ഈക്വൽ ടു മോയിസ്ചർ സെൻസറിന്റെ വാല്യൂ, വാട്ടർ പമ്പ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡിസ്പ്ലേയുടെ വാട്ടർ പമ്പ് ചെയ്തു. വാട്ടർ പമ്പ് എന്നത് പ്രിന്റ് ചെയ്ത് മോയിസ്ചർ സെൻസറിന് വാല്യൂ കൊടുത്തു. അപ്പോൾ ഇത് ഈക്വൽ ടു വരെ നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൂപ്പിൽ ചെയ്തത്. ഓക്കെ, ഇനി ആ അനലോഗ് വാല്യൂസ് നമുക്ക് അവിടെ നിന്ന് റീഡ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ഈ കൊടുത്തേക്കുന്ന വാല്യൂ, മോയിസ്ചർ സെൻസറിന്റെ വാല്യൂ A0 റീഡ് ചെയ്ത് നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഈ റീഡ് ചെയ്യുന്ന വാല്യൂസ് എന്താണോ മോയിസ്ചർ സെൻസർ, അത് അനലോഗ് വഴി പോകണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, അനലോഗ് റീഡ്. അപ്പോൾ അനലോഗ് റീഡ് സോയിൽ മോയിസ്ചർ സെൻസർ. സോയിൽ മോയിസ്ചർ സെൻസറിന്റെ വാല്യൂ എന്തായിരുന്നു ഇവിടെ, A0. അപ്പോൾ ഇവിടെ A0 ആണ്. നമുക്ക് വേണമെങ്കിൽ സോയിൽ മോയിസ്ചർ സെൻസറിന് മാറ്റി A0 എന്ന് കൊടുത്താലും സെയിം എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ അത് ഗ്ലോബലി ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വേണമെങ്കിൽ നമുക്ക് പേരിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണ് വെച്ചേക്കുന്നത്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കിട്ടിയിരിക്കുന്ന വാല്യൂ ഇപ്പം എന്താണോ പർട്ടിക്കുലർ വാല്യൂ, അത് നേരെ സെൻസറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന, ഇപ്പം നിലവിൽ ഞാൻ ഈ സിമുലേഷൻ റൺ ആവുന്ന സമയത്ത് ഇത് നമുക്ക്, ഞാൻ ഇവിടെ വാല്യൂ മാറ്റി മോയിസ്ചർ സെൻസർ ഇപ്പോൾ 34%. അതായത് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ എന്തോ പർട്ടിക്കുലർ വാല്യൂ എന്ന് വിചാരിച്ചു 10%. അപ്പോൾ ഈ 10 എന്ന് പറഞ്ഞത് സ്റ്റോർ ചെയ്തിട്ട് സെൻസറിലാണ് ചെന്നിട്ട് അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ പർട്ടിക്കുലർ വാല്യൂ നമുക്ക് അതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്യണം, മാപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട്. അതായത് ഇപ്പം ആ സെൻസറിന് നമുക്ക് മിനിമം വാല്യൂ സെൻസ് ചെയ്യുന്നത് 0 എന്നാണ്, മാക്സിമം വാല്യൂ 876 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ നേരെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ, ഇപ്പം നമ്മളിപ്പോൾ ആ ഇതിൽ കാണിക്കുന്ന പെർസെൻറ്റേജ് രീതിയിലല്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു മാപ്പിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് 876 പകരം നമുക്ക് അതിനെ 99 എന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം പെർസെൻറ്റേജ് ആണ് നമുക്ക് ഡിസ്പ്ലേ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പോസിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, മാപ്പ് ഫംഗ്ഷൻ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് വേ ഓഫ് റൈറ്റിംഗ് മാപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, മാപ്പ് ഫംഗ്ഷൻ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂ. ഓക്കെ, വാല്യൂ എന്ന സംഭവം നമ്മൾ എഴുതണം, വാല്യൂ. അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ വാല്യൂ ആയിരുന്നു, സെൻസർ വാല്യൂ. അപ്പോൾ സെൻസർ കോമ, സെൻസറിൻ്റെ ലോവസ്റ്റ് വാല്യൂ എന്തായിരുന്നു 0 ആൻഡ് ഹയസ്റ്റ് വാല്യൂ എന്താ 876. ഇനി ആ 0 to 876 നമുക്ക് 0 to 99 റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം നമുക്ക്. കാരണം പെർസെൻറ്റേജ് കണക്കിലാണ് അവിടെ നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. നിങ്ങൾക്ക് പെർസെൻറ്റേജ് കണക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. നോർമലി നിങ്ങൾക്ക് ആ അനലോഗ് റീഡ് എഴുതി നമുക്കതിനെ ലീവ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമുക്കൊരു പെർസെൻറ്റേജ് കണക്കിന് കാണിക്കുന്നതുകൊണ്ട് മാപ്പ് ഫംഗ്ഷൻ എടുത്ത് നമ്മൾ കൊടുത്തു. അപ്പോൾ എന്താണോ നമുക്ക് മാപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ സെൻസറും ലോവസ്റ്റ് വാല്യൂ പിന്നെ ഹയസ്റ്റ് വാല്യൂ അതിന് ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0-നെ 0-ലോട്ടാണെങ്കിൽ 00, 876-നെ 99 രീതിയിലോട്ട് കൊണ്ടുവരേണ്ടതുകൊണ്ട് 876, അപ്പുറത്ത് 99 എഴുതി. അപ്പോൾ നേരെ 0 to 876 വാല്യൂ 0 to 99 റേഞ്ചിലോട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജ് കണക്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ മാപ്പിംഗ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മാപ്പിംഗ് ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ ആണ് നമ്മളെടുത്ത് കൊണ്ടുപോയിട്ട് മാപ്പ്ഡ് വാല്യൂവിൽ സ്റ്റോർ ചെയ്യുന്നത്.
ഓക്കെ, ഐ ഹോപ്പ് ഇത് മനസ്സിലായെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതായിരിക്കും. ഓക്കെ, സോ യാ. ഓക്കെ, ഇത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു കഴ്സറിനെ 11,0 അതായത് 12th ഫസ്റ്റ് റോഡിൽ നമ്മൾ കഴ്സർ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ മാപ്പിൻ്റെ വാല്യൂ, ആ മോയ്സ്ചർ സെൻസറിൻ്റെ വാല്യൂം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണിക്കുകയും വേണം. എന്നിട്ട് നമ്മൾ 15th കോളം ഫസ്റ്റ് റോയിൽ നമ്മൾ പെർസെൻറ്റേജ് സിമ്പിളും കാണിക്കണം. 13 എന്ന് പറയുമ്പോൾ 14th കോളമും ഫസ്റ്റ് റോയിൽ നമ്മൾ അടുത്ത സെറ്റിൽ കഴ്സർ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സിമുലേറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന വാല്യൂസ് ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, മാറ്റം തോറും. ഇനി നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ കണ്ടീഷൻസാണ്, ഏതൊക്കെ കണ്ടീഷനിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എങ്ങനെയായിരിക്കും? 0 to 99 വരെ ആയിരിക്കും. കിട്ടിയേക്കുന്ന വാല്യൂ ലെസ് ദാൻ 50 ആണെങ്കിൽ പമ്പ് ഹൈ ആവുക, കാരണം വെള്ളം കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മോട്ടർ ഇവിടെ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് 50 ഹൈ ലെസ് ആണെങ്കിൽ 38% ആണ്. അപ്പോൾ 18%. അപ്പോൾ മോട്ടർ ഓൺ ആവാൻ തുടങ്ങണം. വാട്ടർ പമ്പ് ഓൺ എന്ന് കാണിക്കണം. ബസർ ഓൺ ആവണം. അപ്പം വാട്ടർ പമ്പ് ഹൈ ആയി, LED ഗ്രീൻ ഹൈ ആയി, LED റെഡ് ലോ സ്റ്റേറ്റിലുമായി. എന്നിട്ട് പ്രിന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഓൺ എന്ന് കാണിക്കണം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഓൺ എന്ന് പറയുന്നത് നമുക്ക് കാണിക്കും. ഓക്കെ, ഇതിപ്പോൾ റീഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, വാട്ടർ പമ്പ് ഓൺ ആണ്. അതേസമയം ഞാൻ 50 കൂടുമ്പോഴോ 80% ആകുമ്പോൾ വാട്ടർ പമ്പ് ഓഫ് ആവും. കാരണം എന്താ? ഇഫ് ഈ സ്റ്റേറ്റ്മെന്റ് കാര്യം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്താ പറയുക, ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 15 അസ്യൂം ചെയ്യും. ഇപ്പോൾ വാട്ടർ പമ്പ് ഓഫ് ആവും, LED ഗ്രീൻ ഓഫ് ആവും, LED റെഡ് ഹൈ ആവും, പ്രിന്റ് ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും. ഓക്കെ, അതാണ് നമുക്കിവിടെ LCD ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വോയിഡ് പ്ലേ സൗണ്ട് എന്ന ഫംഗ്ഷൻ നോക്കാം. അത് ബേസിക്കലി നമ്മളിപ്പം മേലോട്ട് നോക്കുമ്പോൾ പലയിടത്തും പ്ലേ സൗണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ പറ്റും, മറ്റേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെയൊക്കെ. അപ്പോൾ ആ പ്ലേ സൗണ്ട് എന്നൊരു നമുക്ക് ഒരു ഫംഗ്ഷൻ നമ്മൾ സെപ്പറേറ്റ് ഡിക്ലെയർ ചെയ്തേക്കുക. നമുക്ക് വേണ്ടത് അവിടെ ഡിക്ലെയർ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട്, പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇൻ കേസ് പലയിടത്തും നമുക്ക് വിളിക്കണമെങ്കിൽ ആ ഫംഗ്ഷനെ നേരെ അങ്ങ് വിളിച്ചാൽ. അതിനകത്ത് ടോൺ ബസർ പിൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഏതാ, അതായത് ബസർ കൊടുത്തിരിക്കുന്ന പിൻ ഏതാണോ ആ പിന്നിലോട്ട് 87 ഹേർട്സിൽ 100 മില്ലി സെക്കൻഡത്തേക്ക് ടോൺ ക്രിയേറ്റ് ചെയ്യണം, 1 സെക്കൻഡ് ഡിലേയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബസർ സൗണ്ട് കേൾക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ അത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ ബസർ പിന്ന്, അതായത് എവിടെയാണോ കൊടുത്തേക്കുന്നത് അതിലോട്ട് 87 ഹേർട്സിൽ 100 മില്ലി സെക്കൻഡത്തേക്ക് ഒരു ബസർ ഓൺ ആവും. ആൻഡ് 1 സെക്കൻഡ് ഡിലേയിൽ അത് ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? വോയിഡ് പ്ലേ സൗണ്ട് എന്ന രീതിയിൽ ഡിക്ലെയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ കവർ ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. കോഡും സ്കീമാറ്റിക്കും ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.